നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിച്ചു. ജില്ലയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ക്രിസ്തുമസിന്റെ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ലാളിത്യത്തിന്റെ സന്ദേശമാണ് ക്രിസ്തുമസ് ലോകത്തിന് നൽകുന്നതെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. തൊടുപുഴ തൊമ്മൻകുത്തുപുഴയിൽ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. മരിച്ചത് പൈങ്ങോട്ടൂർ വാഴക്കാല ഒറ്റപ്ലാക്കൽ മോസിസ് ഐസക്, ചീങ്കൽ സിറ്റി താന്നിവിള ബ്ലസൻ സാജൻ എന്നിവർ. അപകടം തൊമ്മൻകുത്തുപുഴയിലെ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള കടവിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. ക്രിസ്മസ് പുതുവത്സര അവധികളോടനുബന്ധിച്ച് വാഗമണ്ണിൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നു. അധികൃതരുടെ പ്രതീക്ഷ പുതുവത്സരത്തോടനുബന്ധിച്ച് സഞ്ചാരികളുടെ തിരക്ക് ഇനിയും കൂടുമെന്ന. അധികൃതരുടെ അവഗണനയിൽ ഉപ്പുതറ ആനപ്പള്ളത്തെ ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ വെറുതെ കിടന്ന് നശിക്കുന്നു. ഇതോടെ നഷ്ടമാകുന്നത് മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയം. ആനപ്പള്ളം സബ് സെന്റർ പ്രവർത്തിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിന്റെ കീഴിൽ. വിശദമായ വാർത്തകളിലേക്ക്. ലാളിത്യത്തിന്റെ സന്ദേശമാണ് ക്രിസ്തുമസ് ലോകത്തിന് നൽകുന്നതെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. വാഴ്ത്തൊപ്പ് കത്തീഡ്രൽ ദേവാലയത്തിൽ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ലാളിത്യത്തിലും വിനയത്തിലും ജീവിക്കുന്നവർക്കാണ് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നതെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ ഓർമ്മിപ്പിച്ചു. വർത്തമാനകാലത്ത് ക്രിസ്തുമസ് വലിയ വെല്ലുവിളിയാണ് നമുക്ക് നൽകുന്നത്. തിരുക്കുമാരന്റെ ജന്മത്തിരുന്നാളിൽ സന്തോഷിക്കുന്ന ഞങ്ങളെ പ്രകാശത്തിന്റെ മാർഗത്തിലൂടെ നയിക്കണമേ. നിത്യപ്രകാശമായ അങ്ങയുടെ പ്രമാണങ്ങളിൽ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഒപ്പം ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ലാളിത്യത്തിന്റെ സന്ദേശമാണ് ക്രിസ്തുമസ് ലോകത്തിന് നൽകുന്നത്. ആഡംബരവും ധൂർത്തും ആധുനിക കാലത്തെ കീഴടക്കുമ്പോൾ ലാളിത്യത്തിന്റെ ഉത്സവമായി ക്രിസ്തുമസ് നമുക്ക് മുമ്പിൽ വെല്ലുവിളി ഉയർത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ലാളിത്യത്തിലും വിനയത്തിലും ജീവിക്കുന്നവർക്കാണ് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നതെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ ഓർമ്മിപ്പിച്ചു. വാഴ്ത്തോപ്പ് കത്തീഡ്രൽ പള്ളിയിൽ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അനുയായികൾ 3 പേരും ദൈവത്തെ അന്വേഷിക്കുകയാണ്. മാലാഖമാരുടെ സന്ദേശം കേട്ടാണ് ഇടയന്മാർ ദൈവത്തെ അന്വേഷിച്ചത്. മാലാഖമാരുടെ കാര്യം കേട്ടവർ പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം, നമുക്ക് ശിശുവിനെ കാണാം. അവർ ബെത്ലഹേമിലേക്ക് പോയി ശിശുവിനെയും മാതാവിനെയും യോസേഫിനെയും കണ്ടു സന്തോഷത്തോടെ സ്വഭവനത്തിലേക്ക് മടങ്ങി. കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, ഫാദർ ബെന്നറ്റ് വെള്ളക്കുളമ്പേൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. നിരവധി വിശ്വാസികൾ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. തൊടുപുഴ തൊമ്മൻകുത്തുപുഴയിൽ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. പൈങ്ങോട്ടൂർ വാഴക്കാല ഒറ്റപ്ലാക്കൽ മോസിസ് ഐസക്, ചീങ്കൽ സിറ്റി താന്നിവിള ബ്ലസൻ സാജൻ എന്നിവരാണ് മരിച്ചത്. തൊമ്മൻകുത്തുപുഴയിലെ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള കടവിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. കുടുംബാംഗങ്ങളുമൊത്ത് ക്രിസ്തുമസ് ആഘോഷത്തിന് തൊമ്മൻകുത്തിൽ എത്തിയതായിരുന്നു ഇരുവരും. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സന്ദർശിച്ച് മടങ്ങും വഴി കടവിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു സംഭവം. ഒപ്പമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി വെള്ളത്തിൽ വീണപ്പോൾ ഇരുവരും രക്ഷിക്കാൻ ശ്രമിച്ചു. പെൺകുട്ടിയെ രക്ഷിച്ചെങ്കിലും മോസിസും ബ്ലസനും മുങ്ങിത്താഴുകയായിരുന്നു.
ഇരുവരുടെയും മാതാപിതാക്കൾ ഉൾപ്പെടെ ബന്ധുക്കളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു അപകടം. ബന്ധുക്കളുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും മുങ്ങിയെടുത്തു. ഉടൻ തന്നെ വണ്ണപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരുവർക്കും നീന്തൽ അറിയില്ലായിരുന്നുവെന്നാണ് പറയുന്നത്. പ്രദേശവാസികൾ സ്ഥിരമായി കുളിക്കാനിറങ്ങുന്ന കടവാണ് വട്ടക്കയം. പരന്നുകിടക്കുന്ന പാറയോടുകൂടിയ ഈ ഭാഗത്ത് ആഴമേറിയ നിരവധി കുഴികളും വലിയ കയങ്ങളുമുണ്ട്. സ്ഥലപരിചയമില്ലാത്തവർ വന്നാൽ കുഴിയുടെ ആഴവും മറ്റും അറിയാതെ അപകടത്തിൽപ്പെടും. ഇത്തരത്തിലാണ് ഇവരുടെ കൂടെയെത്തിയ പെൺകുട്ടി വെള്ളത്തിൽ പതിച്ചതും രക്ഷാപ്രവർത്തനത്തിനിടെ മോസിസും ബ്ലസനും മുങ്ങിപ്പോയതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. കട്ടപ്പന 20 ഏക്കർ പ്ലാമൂട്ടിൽ അജ്ഞാത വാഹനമിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. മുട്ടത്തുകുന്നിൽ സജിയാണ് മരിച്ചത്. അപകടമുണ്ടാക്കിയ വാഹനത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം 20 ഏക്കറിന് സമീപം പ്ലാമൂട്ടിൽ വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കട്ടപ്പന മുട്ടത്തുകുന്നിൽ സജിയാണ് മരിച്ചത്. ഇടിച്ച വാഹനം നിർത്താതെ പോയി. ഓട്ടോറിക്ഷയാണ് ഇദ്ദേഹത്തെ ഇടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ് വഴിയിൽ കിടന്ന സജിയെ നാട്ടുകാർ ചേർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നതിനാൽ ഇദ്ദേഹത്തെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇടിച്ച വാഹനത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. ക്രിസ്മസ് പുതുവത്സര അവധികളോടനുബന്ധിച്ച് വാഗമണ്ണിൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നു. പുതുവത്സരത്തോടനുബന്ധിച്ച് സഞ്ചാരികളുടെ തിരക്ക് ഇനിയും കൂടുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. പൂജ അവധി നാളുകളിൽ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം സഞ്ചാരികളാൽ നിറഞ്ഞിരുന്നെങ്കിലും വളരെ വേഗം തന്നെ ആളനക്കം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ക്രിസ്തുമസ് പുതുവത്സര അവധി ആഘോഷിക്കാൻ നിരവധി ആളുകളാണ് ഇപ്പോൾ വാഗമണ്ണിലേക്ക് എത്തുന്നത്. പ്രധാനമായും തണുത്ത കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും ആസ്വദിക്കാനാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമുള്ളവർ വാഗമണ്ണിലെ മൊട്ടക്കുന്നുകൾ തേടിയെത്തുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഇപ്പോൾ വാഗമൺ ഒരുങ്ങി നിൽക്കുകയാണ്. വഴിയോര കച്ചവട സ്ഥാപനങ്ങളെല്ലാം പുതുപ്രതീക്ഷയോടെയാണ് ഈ സീസണെ നോക്കിക്കാണുന്നത്. ഒപ്പം വിനോദസഞ്ചാര വകുപ്പിന്റെ മൊട്ടക്കുന്ന്, അഡ്വഞ്ചർ പാർക്ക് എന്നിവിടങ്ങളിൽ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. വാഗമണിലെ റിസോർട്ട് മേഖലയെല്ലാം സജീവമായി. വരും ദിവസങ്ങളിലും കൂടുതൽ വിനോദസഞ്ചാരികൾ വാഗമണിലേക്ക് എത്തുമെന്നാണ് TTPC അധികൃതരുടെ വിലയിരുത്തൽ. അധികൃതരുടെ അവഗണനയിൽ ഉപ്പുതറ ആനപ്പള്ളത്തെ ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ വെറുതെ കിടന്ന് നശിക്കുന്നു. ഇതോടെ മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് നഷ്ടമാകുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിന്റെ കീഴിലാണ് ആനപ്പള്ളം സബ് സെന്റർ പ്രവർത്തിക്കുന്നത്. 40 വർഷം മുൻപ് KK തോമസ് MLA ആണ് ആനപ്പള്ളം ചെരിപ്പേരിൽ കുട്ടൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് സബ് സെന്റർ നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചത്. ഉപ്പുതറയിൽ നിന്നും JHI, JPHN തുടങ്ങിയ ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ സേവനത്തിന് എത്തിയിരുന്നു. കെട്ടിടം തകർച്ചയിലായതോടെ ഉദ്യോഗസ്ഥരുടെ വരവ് നിന്നു. പിന്നീട് ചുറ്റും കാട് വളർന്ന പരിസരം ഇഴജന്തുക്കളുടെ താവളമായി മാറി. അടർന്നു വീഴുന്ന മേൽക്കൂര ഏതു നിമിഷവും തകർന്നു വീഴും. ജനലുകളും അഴികളും ദ്രവിച്ച് നശിച്ചു. ആകെയുള്ള ചുറ്റുമതിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ് ആനപ്പള്ളത്തെ ആരോഗ്യ സേവന കേന്ദ്രമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിൻ്റെ അവസ്ഥ ഒരു 4 വർഷമായി ഇതിന് പ്രവർത്തനം ഇല്ലാതായിട്ട്. ഇവിടെ ഒരു സിസ്റ്റർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ആഴ്ച ഒരിക്കൽ ഡോക്ടർ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഒരു മരുന്ന് വാങ്ങിക്കാൻ, ഒരു വാക്സിൻ എടുക്കണമെങ്കിൽ പോലും ഞങ്ങൾ ഉപ്പാരെ കൊണ്ടുപോകണം. ഒരാൾക്ക് 70 രൂപ വണ്ടിക്കൂലി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്ര ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഒന്നെങ്കിൽ ഇത് പ്രവർത്തനം തുടരുക ഹെൽത്ത് സെൻ്ററായിട്ട്, ഇല്ലെങ്കിൽ ഇത്രയും വലിയ കെട്ടിടപ്പോൾ ഇവിടെ നല്ലൊരു അംഗൻവാടി പോലും ഇല്ല. അല്ലെങ്കിൽ അംഗൻവാടിക്കെങ്കിലും ഇത് കൊടുക്കണം. ഞങ്ങൾ മന്ത്രിമാർക്കൊക്കെ ഇപ്പോൾ നിവേദനം, കളക്ടർക്ക് നിവേദനം കൊടുക്കാനായിട്ടിരിക്കുക. ഇതൊരു SC കോളനി, പട്ടികാതി കോളനിയാണ്. ഈ കോളനിയുടെ പേരിൽ വന്നതുമാണിത്. പക്ഷേ ഇപ്പോൾ യാതൊരു പ്രവർത്തനവും ഇല്ല. കുത്തിവയ്പ്, മെഡിക്കൽ ക്യാമ്പ് അടക്കം ആരോഗ്യവകുപ്പിന്റെ പ്രാദേശികമായ പ്രവർത്തനങ്ങൾ അടുത്തുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇപ്പോൾ നടത്തുന്നത്. സബ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചതോടെ തോട്ടം തൊഴിലാളികൾക്കും ആശ്രിതർക്കും വേണ്ടി പ്രത്യേക മെഡിക്കൽ സംഘം നടത്തിയിരുന്ന പ്രതിമാസ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി നടക്കുന്നില്ല. NHM ഫണ്ടിൽപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ സ്ഥലം സന്ദർശിച്ചെങ്കിലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. അതിനിടെ സബ് സെന്ററിന് കെട്ടിടം നിർമ്മിക്കാൻ സൗകര്യപ്രദമായ 10 സെന്റ് സ്ഥലം 2020 മാർച്ചിൽ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിന്റെ കീഴിലാണ് ആനപ്പള്ളം സബ് സെന്റർ പ്രവർത്തിക്കുന്നത്. ആരോഗ്യവകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും അടിയന്തരമായി ഇടപെട്ട വിഷയത്തിൽ പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. വണ്ടൻമേട് നെറ്റിത്തൊഴുവിൽ മദ്യപസംഘം പോലീസിന് നേരെ ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം നെറ്റിത്തൊഴു ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപമുള്ള വ്യാപാര സ്ഥാപനത്തിലാണ് സംഭവം നടന്നത്. നെറ്റിത്തൊഴു ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപമുള്ള വ്യാപാര സ്ഥാപനത്തിലാണ് സംഭവം നടന്നത്. വണ്ടൻമേട് SI ABP മാത്യുവിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമി സംഘം മർദ്ദിക്കുകയായിരുന്നു. കൂടാതെ പോലീസ് വാഹനത്തിനും കേടുപാടുകൾ ഉണ്ടാക്കി.
കമ്പംമെട്ടിൽ നിന്നും കൂടുതൽ പോലീസിനെ എത്തിച്ചാണ് പ്രതികളെ പിടികൂടാനായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ വണ്ടൻമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെറ്റിത്തൊഴു കൊച്ചുപറമ്പിൽ പാനൂസ് വർഗീസ്, ജിബിൻ വർഗീസ്, കാരക്കാക്കുഴിയിൽ ജോമോൻ ചാക്കോ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തെളിവെടുപ്പിന് ശേഷം ഇവരെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി. കേന്ദ്ര സർക്കാർ ആദിവാസികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും കുടിക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ വികസിത് സങ്കല്പ യാത്രയിൽ പങ്കെടുക്കാനെത്തിയ ഇടമലക്കുടിയിലെ ആദിവാസികൾ. പഞ്ചായത്തിന്റെ പ്രവർത്തനം കുടിയിലേക്ക് മാറ്റാൻ അധികൃതർ തയ്യാറാകാത്തതാണ് പദ്ധതികളുടെ ഫലം കുടിക്കാർക്ക് ലഭിക്കാത്തതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായി ഇടമലക്കുടി മാറിയെങ്കിലും പഞ്ചായത്ത് ഓഫീസ് കുടിയിൽ പ്രവർത്തിക്കാത്തത് മൂലം കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികൾ കുടിക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് ഇടമലക്കുടിയിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസിത് സങ്കല്പ യാത്രയിൽ പങ്കെടുക്കുവാൻ പോലും 50 കിലോമീറ്റർ താണ്ടിയാണ് വന്നതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഡിജിറ്റൽ ഇന്ത്യയിൽപ്പെടുത്തി ഇടമലക്കുടിയിൽ നെറ്റ് കണക്ഷൻ 4G കണക്ഷൻ കൊടുത്തുവെങ്കിലും പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ജൽജീവൻ മിഷൻ പരിപാടി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 39,75,00,000 രൂപയായിട്ടാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പദ്ധതികൾ ഞങ്ങൾക്ക് എത്തിച്ചേരുന്നില്ല. ഞങ്ങൾ ഈ 55 കിലോമീറ്റർ കടന്നാണ് ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് ക്യാമ്പസിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഇത് കണക്കാക്കിയത്. അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഗ്യാസ് കണക്ഷനൊക്കെ ഞങ്ങളൊരു പകുതിക്ക് വെച്ച് പെട്ടിമുടി വെച്ച് ഇറക്കിയിട്ട് അവിടുത്തെ ഒരു 4 കിലോമീറ്റർ തലയിൽ ചുമന്ന അടുത്ത വണ്ടിയിലേക്ക് കയറ്റി വേണം ഞങ്ങൾ കുടിയിലേക്ക് എത്തിച്ചേരാൻ. അത്രയും കഷ്ടപ്പാടുണ്ട്. ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ആദിവാസികൾക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ പദ്ധതികൾ മനസ്സിലാക്കുന്നതിനും അത് നേടിയെടുക്കുന്നതിനും വേണ്ട അറിവ് പകർന്നു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി പദ്ധതി നടപ്പിലാക്കിയത്. 5ഓളം സർക്കാർ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ കുടിക്കാർക്ക് വിശദീകരിച്ച് നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം ഷൺമുഖം നിർവഹിച്ചു. പദ്ധതികളുടെ വിശദീകരണം യൂണിയൻ ബാങ്ക് പ്രതിനിധി ജോസ് ജോർജ് വളവി നടത്തി. കാർഷിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ കൃഷിഭൂമിയിൽ മരുന്ന് സ്പ്രേ ചെയ്യുന്ന ഡ്രോണിന്റെ പ്രവർത്തനങ്ങൾ നൽകി. ബാങ്ക് മാനേജർ ഗോപാലകൃഷ്ണൻ, ഇടമലക്കുടി അസിസ്റ്റന്റ് സെക്രട്ടറി വിരാജ്, SBI മാനേജർ ജീൻസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി, ഗ്യാസ് ഏജൻസി MD ഗിരിജ ബാലാജി, BJP അംഗങ്ങളായ കതിരേശൻ, അഭിമന്യു എന്നിവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ നടന്നു. ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചുള്ള ദേവാലയ ശുശ്രൂഷകൾക്ക് മുന്നോടിയായാണ് ആഘോഷം സംഘടിപ്പിച്ചത്. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെ പ്രധാന ദേവാലയങ്ങളിൽ ഒന്നായ വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിന്റെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. ദേവാലയ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടന്നത്. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചുകൊണ്ട് ഇടവക ജനങ്ങൾക്കായി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. രാത്രി 10:30 ക്രിസ്തുദേവന്റെ തിരുപ്പിറവി അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രത്യേക കുർബാനയും നടന്നു. കട്ടപ്പനയിൽ അതിഥി തൊഴിലാളികളുടെ ക്രിസ്തുമസ് ആഘോഷം നടന്നു. സന്തോഷ് സുകുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന CSI ഗാർഡനിൽ വെച്ചാണ് അതിഥി തൊഴിലാളികൾക്കായി ക്രിസ്തുമസ് ആഘോഷം നടത്തിയത്. വിശിഷ്ടാതിഥികളെ വേറിട്ട രീതിയിലാണ് സ്വീകരിച്ചത്. തുടർന്ന് നടന്ന പരിപാടി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ഗ്രൂപ്പുകളുടെ കരോൾ ഗാനവും നടത്തി. ആയിരക്കണക്കിന് ആളുകളാണ് ക്രിസ്തുമസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, HUCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം തുടങ്ങിയവർ സംസാരിച്ചു.
കട്ടപ്പന നരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ചേർത്തല തുറവൂർ മഹീപി ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. ഡിസംബർ 23 മുതൽ 30 വരെയാണ് ചടങ്ങ് നടക്കുന്നത്. 2ാം ദിവസം സഹസ്രനാമം, യജ്ഞപ്രാർത്ഥന, ഭാഗവത പാരായണം, നരസിംഹമന്ത്ര, പുഷ്പാഞ്ജലി, കുടുംബാർച്ചന, പ്രസാദമൂട്ട എന്നിവയും നടന്നു. നമ്മുടെ വീട് നമ്മൾ ഉയർത്തുന്നില്ലേ? നമ്മുടെ വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മേടിക്കുന്നില്ലേ? എന്തെങ്കിലും കുറവുകളുണ്ടോ? എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഓണത്തിനോ ക്രിസ്മസിനോ നമ്മളത് പരിഹരിച്ചിരിക്കും. എന്താ ബോണസ് കിട്ടുമ്പോൾ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്ഷേത്രം. ആ ക്ഷേത്രം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രമെന്ന് ഭഗവാൻ ഗീതയിൽ പോലും പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം ഇതാണ്. ഉച്ചയ്ക്ക് അന്നദാനവും വിതരണം ചെയ്തു. വൈകിട്ട് 6:20 ദീപാരാധനയും തുടർന്ന് ഭജനയും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുത്തത്. ഈ 5ാമത് സപ്താഹ യജ്ഞത്തിൽ നമുക്കല്ല ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഓരോ ദിവസവും വരുന്തോറും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ സപ്താഹം 2020 ഡിസംബർ മാസം 24-ാം തീയതി തുടങ്ങി. ഇന്ന് 2ാം ദിവസമാണ്. ഡിസംബർ മാസം 30-ാം തീയതി കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. നാളെ ഉണ്ണിയൂട്ടും അതിനുശേഷം ഗോവിന്ദ അഭിഷേകവും ത്തോടുകൂടി ആണ് നമ്മളുടെ സപ്താഹം, ഈ വർഷത്തെ 5ാമത് സപ്താഹം അവസാനിക്കുന്നത്. ക്ഷേത്രം ചെയർമാൻ കെ ജയകുമാർ, പ്രസിഡന്റ് ഹരികുമാർ ഡി പിള്ള, സെക്രട്ടറി മധുക്കുട്ടൻ പേരേക്കാട്ട, ഖജാൻജി ബാലു ഗോപാലകൃഷ്ണൻ, ക്ഷേത്രം മേൽശാന്തി വിഷ്ണുജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന തൊവരിയാർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ തിരുനാളിന് തുടക്കമായി. ഫാദർ ബോസ്റ്റൺ കൊച്ചുചേന്നാട്ട തിരുനാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. 31 വരെയാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റ ഇടവകയായ തൊവരിയാർ ഉണ്ണിമിശിഹ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്കാണ് തുടക്കമായത്. ഫാദർ ബോസ്റ്റൺ കൊച്ചുചേന്നാട്ട തിരുനാൾ കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയും നടന്നു. ഡിസംബർ 28-ന് റവറന്റ് ഡീക്കൻ ജോർജ് ഞാവള്ളിക്കുന്നേലിന്റെ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ബലിയർപ്പണവും നടക്കും. 29-ന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ നടക്കും. ഇതിന്റെ ഭാഗമായി ആഘോഷമായ സമൂഹബലി, സന്ദേശം എന്നിവയും ഉണ്ടാകും. സ്നേഹമുള്ളവരെ, തൊവരയാർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഡിസംബർ 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഇടവകയുടെ നാഥനായ ഉണ്ണിമിശിഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിന് കൊടിയേറിയത് 25-ാം തീയതി പാതിരാ കുർബാനയോടുകൂടിയാണ്. മെയിൻ തിരുനാളുകൾ 29, 30, 31 തീയതികളിലാണ് എന്നുള്ള കാര്യം എല്ലാവരെയും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 30-ാം തീയതി വൈകിട്ട് 4:30 ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോജു അടമ്പക്കല്ലേൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും. സമാപന ദിവസമായ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസ് കളപ്പുര മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പുന്നിക്കവലിയിലേക്ക് ആഘോഷമായ പ്രദക്ഷിണവും ഉണ്ടാകും. പെരുന്നാൾ ആഘോഷ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് കോയിക്കൽ, ആന്റോ പോളേച്ചുര, റിജി വാലുമേൽ, ബാബു വെട്ടിയാങ്കൽ എന്നിവർ നേതൃത്വം നൽകും. ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ വ്യത്യസ്ത ആഘോഷവുമായി രാജകുമാരി YMCA യൂണിറ്റ്. സിൽവർ ജൂബിലിയുടെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്കൊപ്പമാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് YMCA അംഗങ്ങൾ ആഘോഷിച്ചത്. 25ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും കേക്കുകളും ചികിത്സാ സഹായങ്ങളും എത്തിച്ചു നൽകിയായിരുന്നു ആഘോഷം. 25 വർഷക്കാലമായി രാജകുമാരിയിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന YMCA സിൽവർ ജൂബിലി നിറവിൽ എത്തി നിൽക്കുകയാണ്. ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ക്രിസ്തുമസ് നിർധന കുടുംബങ്ങൾക്കൊപ്പമാണ് YMCA ആഘോഷിച്ചത്. 25ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും കേക്കുകളും എത്തിച്ചു നൽകി. ഒപ്പം ചികിത്സാ സഹായങ്ങളും നൽകിയാണ് ക്രിസ്തുമസ് ആഘോഷമാക്കിയത്. YMCA ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 25 ഭവനങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി. ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഈ ക്രിസ്മസിന് പാവങ്ങളായ ആളുകളെ സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ക്രിസ്മസിൻ്റെ ഉപഹാരം എന്നുള്ള നിലയിൽ ഒരു 25 വീടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ക്രിസ്മസിന് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും നൽകുകയാണ്. ആദ്യമായി അതിൻ്റെ ഉദ്ഘാടനം ഈ വീട്ടിൽ വെച്ച് രാജകുമാരി പന്നിയാർ ജംഗ്ഷനിലുള്ള പാറയിൽ കുട്ടപ്പനായിരുന്നു. ഇരുവൃക്കകൾ നഷ്ടപ്പെട്ട് അതുപോലെ കാലിന് അംഗവൈകല്യം സംഭവിച്ച് എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന കുട്ടപ്പനാണ് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഈ
കിറ്റ് വിതരണം ചെയ്യുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് സാജു പന്തത്തല, ജൂബിലി ചെയർമാൻ പിയൂസ് കറിയ, കൺവീനർ സാജു എടപ്പാറ, സനു വർഗീസ്, അരുൺ മാത്യു, ഷിൻഡോ പാറയിൽ, ബേബി പള്ളിയാമ്പുറം, വർഗീസ് തോപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ആമയോട് സാദൃശ്യമുള്ള പാറ കൊണ്ട് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇടുക്കിയിലെ ആമക്കല്ല. ട്രക്കിങ്ങിനും ഓഫ് റോഡ് ജീപ്പ് സഫാരിക്കുമായി നിരവധി സഞ്ചാരികൾ എത്തുന്ന സ്ഥലം. ആമക്കല്ലിൽ ഇനി ആമയുടെ സാദൃശ്യമുള്ള പാറ മാത്രമല്ല, സഞ്ചാരികളെ കാത്ത് ആമയുടെ ശില്പവും ഉണ്ടാവും. നാൽപ്പത്തിരണ്ടടി നീളവും 24 അടി വീതിയും 15 അടി ഉയരവുമുണ്ട ആമക്കല്ലിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ആമശില്പത്തിന് കോൺക്രീറ്റ് ശില്പനിർമ്മാണത്തിൽ പ്രഗത്ഭനായ ജോയി ദാനിയലാണ് ശില്പം ഒരുക്കുന്നത്. ടൂറിസ്റ്റുകൾ വരുമ്പം എന്നാലും അവർക്ക് ഈ ഒരു പാറ, ആമയുടെ രൂപത്തിലൊരു പാറ മാത്രമേ അപ്പുറത്തേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്ക് ഒരു മനസ്സിലായ ആശയം എന്നാൽ നമുക്കൊരു ഒരു ആമയുടെ രൂപത്തിലൊരു ഒരു കോട്ടേജ് പണിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ സമീപിച്ച് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ മാക്സിമം ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ വന്ന് എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 6 മാസം മുമ്പ് ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ പണിയെല്ലാം തുടങ്ങി. അതിനുശേഷം കട്ട കെട്ടി അതിനുശേഷം ഇതിൽ വന്നു. പിന്നെ അതിൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക്, ഒരു ആമയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ ഇത്രയുമായി. വെറുമൊരു ശില്പമായല്ല ആമശില്പം ഒരുങ്ങുന്നത്. സഞ്ചാരികൾക്ക് താമസിക്കാൻ 2 മുറികളും ചെറിയൊരു ആർട്ട് ഗ്യാലറിയും ഈ നിർമ്മിതിയിൽ ഉണ്ടാവും. ആറ് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പ്രദേശവാസിയായ രതീഷ് പ്രസന്നൻ എന്ന സംരംഭകനാണ് ഈ നിർമ്മിതി ഒരുക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിച്ചു. ജില്ലയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ക്രിസ്തുമസിന്റെ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ലാളിത്യത്തിന്റെ സന്ദേശമാണ് ക്രിസ്തുമസ് ലോകത്തിന് നൽകുന്നതെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. തൊടുപുഴ തൊമ്മൻകുത്തുപുഴയിൽ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. മരിച്ചത് പൈങ്ങോട്ടൂർ വാഴക്കാല ഒറ്റപ്പിളാക്കൽ മോസിസ് ഐസക്, ചീങ്കൽ സിറ്റി താന്നിവിള ബ്ലസൻ സാജൻ എന്നിവർ. അപകടം തൊമ്മൻകുത്തുപുഴയിലെ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള കടവിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. ക്രിസ്മസ് പുതുവത്സര അവധികളോടനുബന്ധിച്ച് വാഗമണ്ണിൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നു. അധികൃതരുടെ പ്രതീക്ഷ പുതുവത്സരത്തോടനുബന്ധിച്ച് സഞ്ചാരികളുടെ തിരക്ക് ഇനിയും കൂടുമെന്ന്. അധികൃതരുടെ അവഗണനയിൽ ഉപ്പുതറ ആനപ്പള്ളത്തെ ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ വെറുതെ കിടന്ന് നശിക്കുന്നു. ഇതോടെ നഷ്ടമാകുന്നത് മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയം. ആനപ്പള്ളം സബ് സെന്റർ പ്രവർത്തിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിന്റെ കീഴിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.